ഹൗ ടു സെലക്ട് എ ട്രാൻസ്ഡ്യൂസേഴ്സ്. അപ്പം ഒരു ട്രാൻസ്ഡ്യൂസർ എങ്ങനെ സെലക്ട് ചെയ്യുക. അപ്പം നമ്മൾ ഏതൊരു എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ ഏതൊരു ഡിവൈസും സെലക്ട് ചെയ്യുന്ന പോലെ തന്നെ ട്രാൻസ്ഡ്യൂസർ സെലക്ഷൻ ഓൾസോ ദർ ഷുഡ് ബി സം ക്രൈറ്റീരിയാസ്. ഓക്കെ, ദർ ഷുഡ് ബി സം സ്പെസിഫിക്കേഷൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾസ്. അപ്പം നമ്മൾ പറഞ്ഞ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഓരോ സിറ്റുവേഷനും ഓരോ ആപ്ലിക്കേഷനും അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ട്രാൻസ്ഡ്യൂസേഴ്സ് സെലക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾസ് എന്തായിരിക്കും? എക്സാമ്പിൾ മാത്രം നോക്കുക. അത് ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾസ് യൂസ്ഡ് മേ ബി റെസിസ്റ്റീവ്, ഇൻഡക്റ്റീവ്, കപ്പാസിറ്റീവ്, ഒപ്റ്റോ ഇലക്ട്രോണിക് അല്ലെങ്കിൽ പീസോ ഇലക്ട്രിക്. അപ്പോൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഓരോ സിറ്റുവേഷനിൽ ഓരോന്നായിരിക്കും വേണ്ടി വരിക. അപ്പം ആ ഒരു ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്ഡ്യൂസേഴ്സിനെ സെലക്ട് ചെയ്യാം, ട്രാൻസ്ഡ്യൂസർ സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് സെൻസിറ്റിവിറ്റി. ട്രാൻസ്ഡ്യൂസർ മസ്റ്റ് ബി സെൻസിറ്റീവ് ഇനോഫ് ടു പ്രൊഡ്യൂസ് ഡിറ്റക്റ്റബിൾ ഔട്ട്പുട്ട്. അതായത് നല്ല സെൻസിറ്റിവിറ്റി ഉള്ള ട്രാൻസ്ഡ്യൂസേഴ്സ് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് റേഞ്ച്. അപ്പോൾ ഓപ്പറേറ്റിംഗ് റേഞ്ച് നമുക്ക് പറയാനില്ല. അതായത് നമ്മൾ ത്രാസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിപ്പം 5 കിലോ മാത്രം തൂക്കാൻ പറ്റുന്നൊരു ത്രാസ് ഉപയോഗിച്ചിട്ട് നമുക്ക് 10 kg തൂക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഓപ്പറേറ്റിംഗ് റേഞ്ച് നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്തതിൻ്റെ ആ ഒരു വേരിയേഷനുള്ള റേഞ്ച് ട്രാൻസ്ഡ്യൂസേഴ്സിൽ കിട്ടണം. അതാണ് ഓപ്പറേറ്റിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. ട്രാൻസ്ഡ്യൂസർ ഷുഡ് മെയിൻറ്റെയിൻ the range requirements and have a good resolution over its entire range. The rating of the transducer should be sufficient, okay, so that it does not break down while working in its specified operating range. അതാണ് ഓപ്പറേറ്റിംഗ് റേഞ്ച് ആണ് ആദ്യത്തെ പാരാമീറ്റർ. നെക്സ്റ്റ് വരുന്നത് ആക്യുറസി. എന്താണ് ആക്യുറസി? പ്രിസിഷനൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പം ഷുഡ് ബി ഹൈലി ആക്യുറേറ്റ് ആയിരിക്കണം. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ദ ട്രാൻസ്ഡ്യൂസർ ഷുഡ് മെയിൻറ്റെയിൻ ദ എക്സ്പെക്റ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ്. അല്ലേ, ഒരു നമ്മൾ എപ്പോഴും ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവും. നമ്മൾ മെഷർ ചെയ്യുന്ന ഇൻപുട്ടിന് പ്രൊപ്പോർഷണലായിട്ട് ഒരു ഔട്ട്പുട്ട് ഉണ്ടായിരിക്കണം. അപ്പം transducer should maintain the expected input output relationship as described by its transfer function so as to avoid errors in transducers. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിനെയും ഇൻപുട്ടിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്. അപ്പോൾ ട്രാൻസ്ഡ്യൂസറും എന്തായിരിക്കണം? ട്രാൻസ്ഡ്യൂസറിന് നമ്മളൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലേ, അപ്പോൾ നമ്മുടെ ഇൻപുട്ടിന് പ്രൊപ്പോർഷണലായിട്ടായിരിക്കണം ഔട്ട്പുട്ടിലും വേരിയേഷൻ ഉണ്ടാവേണ്ടത്. അതായത് അതിൻ്റെ ഇടയിലൊരു എറേഴ്സ് ഉണ്ടാവരുത്, അത്രമാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഏതൊരു ഡിവൈസ് ആയാലും നമ്മൾ മെഷർ ചെയ്യുമ്പം പ്രൊപ്പോർഷണലായിരിക്കണ്ടേ ഔട്ട്പുട്ട്, അത്രേ പറയുന്നുള്ളൂ. അടുത്തത് വരുന്നത് ട്രാൻസിയൻറ്റ് ആൻഡ് ഫ്രീക്വൻസി റെസ്പോൺസ്. ഇപ്പോൾ ട്രാൻസിയൻറ്റ് ആൻഡ് frequency response. The transducer should meet the desired time domain specifications like peak overshoot. ഇപ്പോൾ നിങ്ങൾ കൺട്രോൾ സിസ്റ്റം പഠിച്ചിട്ടുണ്ടോ? പീക്ക് ഓവർഷൂട്ട്, റൈസ് ടൈം, സെറ്റിലിംഗ് ടൈം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ റൈസ് ടൈം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ 0 പൊസിഷനിൽ അതിൻ്റെ 9.90% റൈസ് ചെയ്യാനുള്ള ടൈം, അതാണ് റൈസ് ടൈം എന്നൊക്കെ പറയുന്നത്. സെറ്റിലിംഗ് ടൈം എന്താണ്? ഒരു സിഗ്നലിൻ്റെ ഇങ്ങനെയുള്ളൊരു ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള സിഗ്നലാണെങ്കിൽ അതെന്ത് ചെയ്യണം? അതൊരു പോയിന്റിലേക്ക് സെറ്റിലാവുന്നു അല്ലേ, സ്റ്റഡി സ്റ്റേറ്റിലെത്തുന്നത്, അതിനൊക്കെയാണ് സെറ്റിലിംഗ് ടൈം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതൊക്കെ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ കുറച്ച് പാരാമീറ്റേഴ്സാണ്. അപ്പം എന്ത് ചെയ്യണം? ആൻഡ് സ്മോൾ ഡൈനാമിക് എറർ, അതൊക്കെ ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ സ്പെസിഫിക്കേഷനിൽ വരുന്നതാണ്. ഇറ്റ് ഷുഡ് ഐഡിയലി ഹാവ് എ ഫ്ലാറ്റ് ഫ്രീക്വൻസി റെസ്പോൺസ് കർവ്. In practice, however, there will be cut-off frequencies and higher cut-off frequency should be high in order to have a wide bandwidth. Okay, അതായത് ട്രാൻസിയൻറ്റ് ആൻഡ് ഫ്രീക്വൻസി റെസ്പോൺസ് നല്ലതായിരിക്കണം, അതാണ് ഒരു സ്പെസിഫിക്കേഷൻ. അപ്പോൾ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ട്രാൻസ്ഡ്യൂസർ സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ലോഡിംഗ് ഇഫക്ട്സ്. എന്താണ് ലോഡിംഗ് ഇഫക്ട്സ്? The transducer
should have a high input impedance and a low output impedance to avoid loading effect. അതായത് നമ്മൾ ട്രാൻസ്ഡ്യൂസർ മെഷർ ചെയ്യുമ്പം നമ്മളെ ഇൻപുട്ടിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുമ്പോൾ ടെമ്പറേച്ചറാണ് മെഷർ ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ ടെമ്പറേച്ചർ സഡനായിട്ട് ഇൻക്രീസ് ചെയ്യുമ്പം, അതായത് അതിൻ്റെ ഇൻപുട്ട് ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുമ്പം എന്ത് ചെയ്യും, ആ ഒരു എഫക്റ്റ് ഔട്ട്പുട്ടിൽ നമുക്കെന്തായിരിക്കണം, പെട്ടെന്ന് തന്നെ റിഫ്ലക്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ആ ലോഡ് നമ്മളതിൻ്റെ ഇൻപുട്ടിലുണ്ടാകുന്ന ചേഞ്ചസ് ഡയറക്റ്റായിട്ട് ഔട്ട്പുട്ടിൽ കിട്ടണം. അതിനാണ് ലോഡിങ് ഇഫക്ട്സ്. അങ്ങനൊരു പ്രോബ്ലംസ്, അതായത് ഇൻപുട്ടിലുണ്ടാകുന്ന ചേഞ്ച് ഔട്ട്പുട്ടിൽ കിട്ടാതിരിക്കരുത്. അതിനാണ് ലോഡിങ് ഇഫക്ട്സ് എന്ന് പറയുന്നത്. ട്രാൻസ്ഡ്യൂസർ ഷുഡ് ഹാവ് എ ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ്. അതിന് വേണ്ടിയിട്ട് ഈ ലോഡിങ് ഇഫക്ട്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായിരിക്കണം, ട്രാൻസ്ഡ്യൂസർ ഷുഡ് ഹാവ് എ ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ്. ഇൻപുട്ട് ഇമ്പിഡൻസ് ഹൈ ആയിരിക്കണം, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ലോയും ആയിരിക്കണം. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് എൻവയോൺമെൻറ്റൽ കോമ്പാക്റ്റിബിലിറ്റി. അപ്പോൾ നമ്മൾ ഏതൊരു ഇൻസ്ട്രുമെൻ്റ് വാങ്ങിയാലും എന്തായിരിക്കണം, നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു എൻവയോൺമെൻറ്റൽ കോമ്പാക്റ്റിബിൾ ആയിരിക്കണം അല്ലേ. അത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇറ്റ് ഷുഡ് ബി അഷ്യൂർഡ് ദാറ്റ് ദ ട്രാൻസ്ഡ്യൂസർ സെലക്റ്റഡ് ടു വർക്ക് അണ്ടർ സ്പെസിഫൈഡ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ മെയിൻറ്റെയിൻ ഇറ്റ്സ് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ആൻഡ് ഡസ് നോട്ട് ബ്രേക്ക് ഡൗൺ. Okay. For example, the transducer should remain operable under its temperature range. It should be able to work in corrosive environment, or it should be able to withstand pressure and shocks and their interaction to which it is subjected to. ബാക്കിയുള്ള എക്സ്റ്റേണൽ പ്രോബ്ലംസിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മൾ ഒരു ഇൻഡസ്ട്രി മീൻസ് ഒരു ഒരു മോയ്സ്ചറൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലത്താണ് മെഷർ ചെയ്യുന്നതെങ്കിൽ മോയ്സ്ചറിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതാണ് എൻവയോൺമെൻറ്റൽ കോമ്പാക്റ്റിബിലിറ്റി. ട്രാൻസ്ഡ്യൂസർ സെലക്ഷൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററാണ് എൻവയോൺമെൻറ്റൽ കോമ്പാക്റ്റിബിലിറ്റി. നെക്സ്റ്റ് വരുന്നത് ഇൻസെൻസിറ്റീവ് ടു അൺവാണ്ടഡ് സിഗ്നൽസ്. അപ്പോൾ നമ്മൾ ഇതും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, കാരണം നമ്മൾ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യുമ്പോൾ അതിനേക്കാൾ കൂടുതൽ അതിന് പുറത്തുണ്ടാകുന്ന വേറെ ക്വാണ്ടിറ്റിയാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ അതെന്താണ്, ഇപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസാണ് ട്രാൻസ്ഡ്യൂസറാണുള്ളത്. അപ്പോൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നുണ്ട്, അത് കൂടാണ്ട് അവിടെ ഉണ്ടാകുന്ന വേറെ എന്തെങ്കിലും പാരാമീറ്ററിൽ ചേഞ്ച്, അതായത് മോയ്സ്ചർ കണ്ടൻറ്റ് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പാരാമീറ്റർ കൂടി മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിൻ്റെ ആക്യുറസി കുറയും, നമുക്ക് റിസൾട്ട് തെറ്റും. അതായത് ട്രാൻസ്ഡ്യൂസർ ഷുഡ് ബി ഇൻസെൻസിറ്റീവ് ടു അൺവാണ്ടഡ് സിഗ്നൽ. നമുക്ക് ആവശ്യമില്ലാത്ത സിഗ്നൽസിനെ അത് മൈൻഡ് ചെയ്യാനേ പാടില്ല, അതായത് ശ്രദ്ധിക്കരുത്. ആ രീതിയിലുള്ളതായിരിക്കണം ഒരു നല്ല ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, ദ ട്രാൻസ്ഡ്യൂസർ ഷുഡ് ബി മിനിമലി സെൻസിറ്റീവ് ടു അൺവാണ്ടഡ് സിഗ്നൽസ് ആൻഡ് ഹൈലി സെൻസിറ്റീവ് ടു ഡിസൈഡ് സിഗ്നൽ. നമ്മൾ ആവശ്യമുള്ള സിഗ്നൽസിനോട് ഹൈലി സെൻസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, അടുത്ത് വരുന്നത് യൂസേജ് ആൻഡ് റഗഡ്നെസ്. എന്താ പറയേണ്ടത്, ദ റഗഡ്നെസ് ബോത്ത് ഓഫ് മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ഇൻറ്റൻസിറ്റീസ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് വേഴ്സസ് ഇറ്റ് സൈസ് ആൻഡ് വെയ്റ്റ് മസ്റ്റ് ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് എ സ്യൂട്ടബിൾ ട്രാൻസ്ഡ്യൂസർ. വേറെ വരുന്നത് ഇലക്ട്രിക്കൽ ആസ്പെക്ട്സ് എന്താണ്, ദ ഇലക്ട്രിക്കൽ ആസ്പെക്ട്സ് ദാറ്റ് നീഡ് കൺസിഡറേഷൻ വൈൽ സെലക്ടിങ് എ ട്രാൻസ്ഡ്യൂസർ ഇൻക്ലൂഡ് ലെങ്ത് ആൻഡ് ടൈപ്പ് ഓഫ് കേബിൾ റിക്വയർഡ്. ലെങ്ത് ആൻഡ് ടൈപ്പ് ഓഫ് കേബിൾസ്, ഏതുതരം കേബിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. അറ്റൻഷൻ ഓൾസോ മസ്റ്റ് ബി പെയ്ഡ് ടു signal to noise ratio in case the transducer is to be used in conjunction with the amplifiers. അങ്ങനെയുള്ള കുറച്ച് ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ് കൂടി കൺസിഡർ ചെയ്യണം നമ്മളൊരു ട്രാൻസ്ഡ്യൂസർ സെലക്ട് ചെയ്യുമ്പോൾ. പിന്നെ സ്റ്റെബിലിറ്റി ആൻഡ് റിലയബിലിറ്റി എന്താണ്, ഏതൊരു എക്യുപ്മെൻറ്റ് എന്തായിരിക്കണം, സ്റ്റേബിളായിരിക്കണം, റിലയബിളായിരിക്കണം. The transducer should exhibit a high degree of stability to be operative during its operation and storage life. Okay. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മളൊരു ട്രാൻസ്ഡ്യൂസർ സെലക്ട് ചെയ്യുമ്പം കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി വാട്ട് ആർ ദി ഫാക്ടേഴ്സ്, സെയിം തന്നെയാണ്. അപ്പോൾ ഞാൻ
ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ച് നോക്കാം, അത് സിമ്പിളായിട്ട് എഴുതിയത് മാത്രം. അപ്പം ദീസ് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് മസ്റ്റ് ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് എ ട്രാൻസ്ഡ്യൂസേഴ്സ്. അപ്പം വീഡിയോസ് കാണാം, നോട്ട്സ് എഴുതുക. ഓക്കെ, താങ്ക് യു.